കൊച്ചിയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ വാഹനമിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഈ പ്രതികൾക്കൊപ്പം കാറിൽ ഒരു യുവതി ഉണ്ടായിരുന്നു. ആരാണിവർ? കൊല്ലം സ്വദേശിയായ യുവതിക്ക് കേസിൽ പങ്കാളിത്തമുണ്ടോ എന്നതിൽ നിർണായക അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ പ്രതി ചേർക്കാനാകുമോ എന്നതിൽ പോലീസ് നിയമോപദേശം തേടി. അതിനിടെ കേസിൽ അറസ്റ്റിലായി റിമാൻഡിലുള്ള ഷംനാദിനെയും ഇർഷാദിനെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. പോലീസ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണം ആരേറ്റെടുക്കുമെന്നതാണ് ചോദ്യം. വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു സംഘം വാഹനമിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഇടിച്ചു തെറിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ ASI സന്തോഷിനാണ് അന്ന് പരിക്കേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പേരെ പോലീസ് പിടികൂടിയിരുന്നു. കൊല്ലം സ്വദേശികളായിരുന്നു ഇർഷാദ്, ഷംനാദ് എന്നിവരാണ് അറസ്റ്റിലായവർ. അതോടൊപ്പം അവരുടെ കാറും അന്ന് സീസ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ചില സുപ്രധാന വിവരങ്ങൾ കൂടി കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് മുന്നിലേക്ക് വരുന്നത്. അതായത് ഈ സംഭവ സമയം കാറിനകത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നതാണ് വ്യക്തമായിട്ടുള്ളത്. അപ്പോൾ ആരാണ് ആ സ്ത്രീ? എങ്ങനെയാണ് അവർ ആ ഘട്ടത്തിൽ ആ സമയത്ത് അവിടെ എത്തുന്നത്? അതോടൊപ്പം തന്നെ അവർക്ക് ഈ കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കാളിത്തമുണ്ടോ, അല്ലെങ്കിൽ അവരുടെ റോൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതിൽ അവർ ഈ ക്രൈം നടക്കുമ്പോൾ സ്വീകരിച്ച നിലപാട് എന്ത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ പ്രധാന പ്രതികൾ എന്ന് പറയുന്നത് ഇർഷാദും ഷംനാദുമാണ്. അവർ പോലീസ് ഉദ്യോഗസ്ഥനെ കാറിടിച്ച് തെറിപ്പിക്കുമ്പോൾ ഈ സ്ത്രീ അതിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചോ, അതോ അതിനെ പ്രോത്സാഹിപ്പിച്ചോ തുടങ്ങിയ കാര്യങ്ങളിലാണ് പോലീസിന് ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. ഇവർ കൊല്ലം സ്വദേശിനിയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇവരെ ഈ കേസിൽ പ്രതി ചേർക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു ലീഗൽ ഒപ്പീനിയൻ തേടിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. അപ്പോൾ അതിലെ റിസൾട്ട് അടക്കം വളരെ പ്രധാനപ്പെട്ടതാകും. ഇതിനൊപ്പം ഇവർ എങ്ങനെ ഈ വാഹനത്തിൽ വന്നു എന്നതിലും നിർണായകമായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. കൊല്ലം സ്വദേശിനിയാണ്. ഇവർ കഴിഞ്ഞ കുറച്ചു നാളുകളായി കൊച്ചിയിലുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. അതോടൊപ്പം ഈ ഇർഷാദും ഷംനാദും കൊല്ലത്ത് നിന്ന് ഒരു കാർ വാടകയ്ക്ക് എടുത്ത് കൊച്ചിയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഈ യുവതിയെ കാണുന്നു. നേരത്തെ ഇവർ തമ്മിൽ മുൻപരിചയമുണ്ട്, ഒരേ നാട്ടുകാരാണ്. ആ ഘട്ടത്തിൽ തന്നെ ഈ കാറിൽ കയറുന്നു. ഒരു ജ്യൂസ് കുടിക്കുന്നതിന്റെ ഭാഗമായി പോയി എന്നതാണ് ഇപ്പോൾ പോലീസിന് മുന്നിലേക്ക് വന്നിട്ടുള്ള വിവരം. പക്ഷേ അതടക്കം കൂടുതൽ കാര്യങ്ങൾ പോലീസിന് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. തങ്ങൾ മദ്യലഹരിയിലായിരുന്നത് കൊണ്ടാണ് വാഹന പരിശോധനയ്ക്കിടെ പോലീസ് കൈകാണിച്ചപ്പോൾ നിർത്താതെ മുന്നോട്ടെടുത്തത് എന്നതാണ് ഈ യുവാക്കൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി, മുഖ്യപ്രതികൾ നൽകിയിട്ടുള്ള മൊഴി. പക്ഷേ അത് പോലീസ് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. കാരണം ഈ നഗരത്തിലെ ലഹരി സംഘങ്ങളുമായി ഈ യുവാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന ആസ്പെക്ട് അടക്കം പോലീസ് വളരെ വിശദമായി അന്വേഷിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസ് തേടുന്നുണ്ട്, അത്തരം വിവരങ്ങൾ തേടുന്നുണ്ട്. കാരണം ഒരു മദ്യലഹരിയിലാണെങ്കിൽ ഇങ്ങനെ വാഹനത്തിൽ പോലീസ് കൈകാണിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഇടിച്ചു തെറിപ്പിച്ച് ഇത്ര ക്രൂരമായ രീതിയിൽ ഒരു വധശ്രമം ആംഗിളിൽ മുന്നോട്ട് പോകാൻ എങ്ങനെ കഴിയുമെന്ന കാര്യമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിലവിൽ ഇവർ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായി റിമാൻഡിലാണ്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ അന്ന് ഈ വാഹന പരിശോധനയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് 3 പോലീസുകാരാണ്. അതിൽ ആദ്യം ഇലക്ട്രിക് ലാമ്പ് ഉപയോഗിച്ച് വാഹനം തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ വാഹനം ഒന്ന് പതുക്കെ സ്ലോ ചെയ്ത ശേഷം വേഗത്തിൽ മുന്നോട്ടെടുക്കുകയാണ് ഉണ്ടായത്. പെട്ടുപോകുന്നത് ASI ആയിട്ടുള്ള സന്തോഷാണ്. സന്തോഷ് ഈ വാഹനത്തിന്റെ ബോണറ്റിൽ ഏകദേശം 20 മീറ്ററോളമാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് തിരിഞ്ഞു പോകുന്ന ഘട്ടത്തിലാണ് സന്തോഷ് നിലത്ത് വീഴുന്നത്. സന്തോഷിന് പരിക്കേൽക്കുകയുണ്ടായി. അതോടൊപ്പം ഇപ്പോൾ റിക്കവർ ചെയ്ത് വരികയാണ്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഈ കേസിൽ പോലീസ് ചുമത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വളരെ നിർണായകമായിട്ടുള്ള അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുന്നു എന്നതാണ് നോർത്ത് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.